ആ വീട്ടിലാരും സംഗീതം പഠിക്കണ്ടല്ലോടാ. അതല്ലടാ, ആരോ മനസ്സൊന്ന് കരയുന്നതാ. വീട്ടുകാരനെങ്കിലും നമ്മളോട് ചോദിക്കാം. ദമയന്തി, ആരാ? ഞങ്ങള് തന്നെ. നിങ്ങളോ? ഇന്നലെ രാത്രി മുതൽ ഇതുവരെ ഞാൻ കരഞ്ഞോണ്ടിരിക്കുകയായിരുന്നു, അറിയാവോ? എന്തിനാ കേബിളിന്റെ കാശ് കൊടുക്കണം ഓർത്തിട്ടാ? നിങ്ങൾ എന്തായി പറയുന്നേ? രാത്രി സൗഗന്ധി കണ്ണി ചോരയില്ലാതെ രാവിലെ കാശ് വാങ്ങിക്കാൻ വന്നിരിക്കാ. സൗഗന്ധിയോ? ഏത് സൗഗന്ധി? നിങ്ങൾക്ക് അറിയില്ലേ? സൂര്യയിലെ ഹരിചന്ദ്രൻ സീരിയലിലെ സൗഗന്ധി ഇല്ലേ, അവളുടെ ഭർത്താവ് അവളെ കൊന്നില്ലേ? സീരിയലിൽ ഏതോ ഒരുത്തൻ സ്വന്തം പെണ്ണുമ്പിള്ളെ കൊന്നതിന് ഞങ്ങൾ എന്ത് വിളിച്ചുന്നാ? ഇത്തരം കാര്യങ്ങളായിട്ട് ഒരു ബന്ധവുമില്ല. എന്ത് ബന്ധം? കേബിൾ ടിവി കണക്ഷൻ തന്നോണ്ടാ ആ സീരിയലൊക്കെ ഞങ്ങൾ ഇരുന്ന് കാണുന്നത്. എങ്ങാണ്ട് തിരുവനന്തപുരത്തെ കോഴിക്കോടോ ഷൂട്ട് ചെയ്യണു, ഇവിടെ എറണാകുളത്ത് എവിടെ വന്ന് ഡബും ചെയ്യണു. അങ്ങനെയുള്ള സീരിയൽ വേണ്ട ഞങ്ങൾക്ക് ബന്ധം എന്താ? ഈ സുദർശനൻ കഷ്ടപ്പെട്ട് കേബിൾ ടിവി തന്നിട്ട് അവനെ ഇങ്ങനെ ഇട്ട് ബുദ്ധിമുട്ടിക്കുകയാണോ? പറയാൻ ഒരാളുണ്ടായല്ലോ. പൈസ ഇട്ടോ? ഞാൻ പൈസ തരാതിരിക്കൊന്നുമില്ല. ടിവി കണ്ട പൈസ തരണ്ടേ? ഇതെന്താ ഇത് ചില്ലറ? ഓ, ബാലൻസ് ഉച്ച കഴിഞ്ഞ് തരാമെന്നല്ലേ? ഇതന്നെ കാശ്, ബാലൻസ് ഒന്നുമില്ല. കേബിൾ ടിവി കാണാന്ന് പറഞ്ഞ എന്താ? ഈ മാസത്തെ ആദ്യത്തെ ആഴ്ച മൂത്ത മോളുടെ വീട്ടിലായിരുന്നു, അടുത്ത ആഴ്ച ഇളയ മോളുടെ വീട്ടിലും, പിന്നെ ഒരാഴ്ച മുഴുവനും പവർ കട്ട്, പിന്നത്തെ 6 ദിവസം എനിക്ക് ചെങ്കണ്ണായിരുന്നു. ബാക്കി ഞാൻ ടിവി കണ്ടത് എത്ര സമയം അതിനുള്ളതായത്. ഇന്ന് ആരെയാ കണി കണ്ടത്? പണ്ടാറണങ്ങാൻ. പ്രിയമുള്ള നാട്ടി, നിങ്ങളുടെ അഭിമാനമായ കല്യാണി തിയേറ്ററില് ഇന്ന് ഉച്ചയോടെ ആരംഭിക്കോ ആകാശഗംഗ. ആകാശഗംഗ നിങ്ങളുടെ പ്രിയ താരങ്ങളായ ദിവ്യൻ, സുകുമാരി, ജഗദീഷ്, കലാഭവൻ മണി തുടങ്ങിയവർ അഭിനയിക്കുന്ന ആകാശഗംഗ. ആകാശഗംഗ കല്യാണിയിൽ ആകാശഗംഗ. എടാ ബാലകൃഷ്ണ, തോമസ് കുട്ടി, ടിക്കറ്റ് കൊടുക്കണേ. അടുത്ത ആളിതാ. മൂഷിനോട്ടെ കിട്ടിയുള്ളൂ. അടുത്ത ആളെ. ആകെ 120 ലക്ഷം കുറവ്. നീ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്ന ഈ സമയം ഇന്റർവെലിന്റെ ബജി ഉണ്ടായിരുന്നില്ലേ? അറയ്ക്കൽ തറവാട്ടിൽ വളർന്ന പെൺകുട്ടി ബജ്ജി വിൽക്കാനോ? നിങ്ങൾ വേണമെങ്കിൽ ഒരു കുശിനിക്കാരനെ വെക്ക. കുശിനിക്കാരന് കൊടുക്കാനുള്ള കാശുണ്ടായിരുന്നെങ്കിൽ മൈക്ക് അനൗൺസ്മെന്റ് ഉണ്ടെങ്കിൽ ഒരാളെ നിർത്തില്ലായിരുന്നോ? ആഹാ, വലിയ തിയേറ്റർ ഓണർ ആണെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ ഈ ചതിയപ്പെട്ടത്. ഇവിടെയല്ലേ കണ്ടത്? മൈക്ക് അനൗൺസ്മെന്റ് ചെയ്യണം, ടിക്കറ്റ് കൊടുക്കണം, ഓപ്പറേറ്റ് ചെയ്യണം, വാച്ച്മാൻ പണി നോക്കണം, എല്ലാത്തിനും ഒരാൾ തന്നെ. ദശാവതാര സിനിമയിലെ കമലഹാസനെ 10 വേഷങ്ങളാ കൈകാര്യം ചെയ്തത്. നിങ്ങളെ ആദ്യം ശ്രമിച്ചാലേ ഞാൻ എന്റെ പാട്ടിന് പോകും. ഒന്ന് പതുക്കെ സംസാരിക്കടി. ഇതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്ത് എണ്ണാനേ പോസ്റ്റ് ഒട്ടിക്കുന്ന മൈദ മാത്രം ബാക്കിലായ. സുധാകര. ഓ, കാല കേബിൾ ടിവി പ്രൊപ്പറേറ്റർ സുദർശൻ മേനോനു. എന്തേ, സിനിമ കാണാൻ വന്നതാ? ഇവിടെ മൂട്ടയ്ക്കും കൊതുകിനും പോലും സീറ്റ് തയ്യുന്നില്ല, പിന്നെ ഞങ്ങളും കൂടെ വരണോ? എടാവേ, ഒരാളെയും കാണാനില്ലല്ലോ. കാലിയായോ? എന്താ കണ്ണുപിടിക്കില്ല? ബോർഡ് കണ്ടില്ല, ഹൗസ്ഫുള്ളാ. അപ്പൊ ഷാഫിനൊന്നും കാണാനില്ലല്ലോ. അവര് സിനിമ കാണാൻ കയറിയേക്കോ. ഷാഫിനെ കൂടെ കാണിച്ചെന്ന്. ഇന്ന് എത്ര ഷോ കളിച്ചെന്ന് ചോദിച്ചേ. എന്താ പെട്ടിയും പ്രമാണമൊക്കെ ആയിട്ട്? കേബിൾ ടിവിയുടെ പൈസ വാങ്ങാനാ. എന്താ സിനിമ തിയേറ്റർ ഉടമയുടെ അടുത്ത് കേബിൾ ടിവിക്ക് പിരിവ് വാങ്ങാനോ? വലിയ ഓണറാന്ന് പറഞ്ഞ് മസിൽ പിടിക്കല്ലേ? കേബിൾ ടിവിക്കാര് കാരണം സിനിമ തിയേറ്റർ ഈ പരുവത്തിലായത്. ഒറ്റ ഒരുത്തനും കടന്നു വരില്ല. ഞങ്ങളുടെ കച്ചവടം മുട്ടിച്ചതും പോരാ, എന്നിട്ട് പിരിവ് മേടിക്കാൻ വന്നേക്കാ. ഏയ്, കളിക്കല്ലേ? നിങ്ങളുടെ തിയേറ്ററിന്റെ മുമ്പിൽ ഒന്ന് ഞങ്ങൾ ആൾക്കാരെ തടഞ്ഞിട്ട് ഇങ്ങോട്ട് വരല്ലേന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ലടാ. മര്യാദക്ക് കാശ് തന്നേക്കണേ. തന്നില്ലെങ്കിലോ? തന്നില്ലെങ്കിൽ കയറി ഞങ്ങൾ സാധനങ്ങളെല്ലാം എടുത്തുണ്ടോ? ഓ, അതിന് എടുക്കാൻ മാത്രം ഉള്ളത് ആകെ ഉള്ളത് പിള്ളാ. ഇത് തരാന്നുണ്ടെങ്കിൽ ഞാൻ എടുത്തോണ്ട് പൊക്കളാം. ഓട്ടോ റെഡിയാ. എന്നാ ഞാൻ പോയിക്കോട്ടെ. ഞാൻ തന്നെ കൊണ്ടാക്കി തരടി. എന്താണ് തെമ്മാടിത്തരം കാണിക്കാൻ എന്റെ അടുത്ത്? അത്രയ്ക്ക് ധൈര്യം ഉണ്ടോ നിനക്ക്? കേബിൾ ടിവി കണക്ഷൻ ഓസിൽ ഇടുന്ന വിചാരിക്കണ്ട. എനിക്ക് തരാൻ മനസ്സിലെങ്കിലോ? ഞാൻ നിന്നെ ഡിസ്കറേജ് ചെയ്യാൻ പറഞ്ഞോട്ടെ. നീ എന്നോട് ഗംഗാ ഭവാനിയേ! എടാ, ഗംഗാ ഭവാനി എന്ന് വിളിച്ചപ്പോ അയാളുടെ രണ്ടാമത്തെ ഭാര്യയുടെ പേരാണ് ഞാൻ വിചാരിച്ചു. പെട്ടി. അയ്യോ, പട്ടി കാരണം പെട്ടി പോയടാ. അയ്യോ, ആരെങ്കിലും ഒന്ന് പട്ടിയുടെ റൂട്ട് തിരിച്ചു വിട. അയ്യോ, അയ്യോ.